ഭഗവാൻ കൃഷ്ണന്റെ പേരിന് കളങ്കമുണ്ടാക്കാൻ വേണ്ടി ഈ ലോകത്ത് ജനിച്ച ഒരു താടക ജസ്ന സലീം. ജസ്ന, സുന്ദരി വാവേ, നിനക്കെതിരെ DGPക്ക് പരാതി പോയിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ സാധിക്കുന്നു. DGPക്ക് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും, ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും, ഹിന്ദു മതത്തിൽ മാത്രമല്ല കേട്ടോ, ക്രൈസ്തവ മതത്തിലുള്ളവർ, മുസ്ലിം മതത്തിലുള്ളവർ, നിങ്ങളെല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡിന് ഒരു പരാതി കൊടുക്കുക. എല്ലാ മതത്തിലുള്ളവരും. കാരണം ഇവളെ പോലുള്ള ചില ആളുകൾ നമുക്ക് എല്ലാവർക്കും നാണക്കേടാണ്. സത്യമായിട്ടും എല്ലാവർക്കും ദോഷമാണ് ഇവളെ പോലുള്ള ചില ജീവികൾ. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ജസ്ന സലീം എന്ന താടകയുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, രേഖപ്പെടുത്തുക. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി കാര്യത്തിലേക്ക് വരാം. ജസ്നക്കുട്ടി, തുന്തരി വാവേ, ഇന്നലെ നിനക്കെതിരെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടു കാണില്ല. കണ്ടായിരുന്നെങ്കിൽ നീ എനിക്കെതിരെയും കുറച്ചുകൊണ്ട് വന്നേനെ. പ്രത്യേകിച്ച് നിന്റെ തന്തയ്ക്ക് തന്നെയാണ് ഞാൻ വിളിച്ചത്. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് അല്ല, തംബ്നെയിലിൽ എഴുതി വെച്ചത്. അതിനകത്ത് എനിക്കൊരു കുറ്റബോധം തോന്നുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഇവളെ അതാണ് വിളിക്കേണ്ടത്. ഞാൻ അങ്ങനെ എഴുതി വെച്ചതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞാനത് റിമൂവ് ചെയ്യാം. വേണമെങ്കിൽ അവളോട് മാപ്പും പറയാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പറയത്തില്ല. ഇവളെപ്പോലൊരു ജന്മത്തിനോട് പറയാൻ എനിക്ക് സാധിക്കില്ല മനസ്സുകൊണ്ട്. കാരണം വെറും ഡാഡി ഇല്ലാത്ത പരിപാടി കാണിച്ചു നടക്കുന്ന ഒരുത്തിയാണ് ജസ്ന സലീം. ഇത് ഒരു പള്ളിയിൽ ചെന്നിട്ട് ഇവള് തോന്നിവാസങ്ങൾ കാണിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്? വെറുതെ വിടുവോ ഇവളെ? ഇല്ല. ഗുരുവായൂരമ്പലത്തിൽ വന്ന് എന്ത് തോന്നിവാസം കാണിച്ചിട്ടും എന്താണ് ഇവളെ അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ആ പരിസരത്ത് അടുപ്പിക്കരുത്, അതാണ് ചെയ്യേണ്ടത്. ദേവസ്വം ബോർഡ് നേരിട്ടത് ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഇവളെ ഗുരുവായൂരമ്പലത്തിന്റെ പരിസരത്ത് കയറ്റരുത്. കാരണം കയറ്റിയാൽ ഇവള് ഡാഡി ഇല്ലാത്ത പരിപാടിയാണ് അവിടെ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം പായസം കൊണ്ട് പോവുക, കണ്ണന് കൊടുക്കാനാണെന്ന്. എൻ്റെ മക്കളെ പോലെയാണെന്ന് കണ്ണൻ. കണ്ടോ കണ്ണനെ? മോനെ പോലെയോ മോളെ പോലെയോ നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ കണ്ടോ? സോറി, മോളെ പോലെ അങ്ങനെയല്ല, കണ്ണനെ മകനെ പോലെ നീ കണ്ടോ? വായിൽ നിന്ന് ഒരു തെറ്റ് വീണു, ക്ഷമിക്കുക. മോനെ പോലെ നീ കണ്ടോ എന്ന് വെച്ചിട്ട് നിനക്ക് തോന്നിവാസം കാണിക്കാനുള്ള സ്ഥലമല്ല ഗുരുവായൂരമ്പലം. മനസ്സിലായോ? അവിടെ ചെന്ന് മാല ചാർത്തുക, ഇങ്ങനെയുള്ള പല തെമ്മാടിത്തരങ്ങളും കാണിച്ചു വന്നിരുന്ന ഒരു വ്യക്തിയാണ് ജസ്ന സലീം. ഗുരുവായൂരപ്പനെ വരച്ച് നീ കാശുണ്ടാക്കിക്കോ, ഒരു തെറ്റുമില്ല, ചെയ്തോ നീ. പക്ഷെ അതിൻ്റെ പുറകിലൂടെ നീ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ അതിനെ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. ഇന്നലെ എന്നെ പോലെ തന്നെയുള്ള ഒരു യൂട്യൂബർ അതുൽ ഒരു വീഡിയോ ചെയ്തു ഇവൾക്കെതിരെ. അതുലിൻ്റെ തംബ്നെയിലും എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് ഇന്നലെ ഇവളൊരു വീഡിയോ ചെയ്തത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവൾക്ക് വിവരമില്ല, ഇവള് പറയട്ടെ എന്നാണ് ആ വീഡിയോ കണ്ടപ്പോൾ ഞാനും ആദ്യമേ ചിന്തിച്ചത്. എന്നാൽ ആ വീഡിയോയുടെ അടിയിൽ വന്നൊരു കമൻറ്റ്, ആ ഒരൊറ്റ കമൻറ്റാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആ കമൻറ്റ് നമുക്ക് കാണണം, നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കണം. അതിനു മുമ്പ് ജസ്ന പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊന്ന് കേട്ടോ. എടാ അതുലല്ല, സോറി, സൗണ്ട് തോമേ, നിന്റെ അച്ഛനെയാണ് അടിച്ച ആശുപത്രിയിലാക്കിയത്. അമ്മ പറഞ്ഞില്ലയോ? അമ്മ പറഞ്ഞില്ലേ? ഇല്ല. എന്താ മോളുടെ പ്രശ്നം? എന്താ പറഞ്ഞേ? അല്ല, നിങ്ങളുടെ സ്ലാങ് അങ്ങനെയാണോ? എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുക. അതോ നാക്ക് കയറി തൊണ്ടയിൽ ഉടക്കിയോ? സംഗതി വേറൊന്നുമല്ല, അവൻ്റെ തംബ്നെയിൽ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ആ തംബ്നെയിൽ അവൻ എഴുതിയിരിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ പായസം കൊണ്ട് കയറി ജസ്ന സലീം, ഭക്തജനങ്ങൾ അടിച്ച് ആശുപത്രിയിലാക്കി. അതിൽ ആദ്യമേ അവൻ എഴുതിയിരിക്കുന്നത് തെറ്റൊന്നുമല്ല, അമ്പലത്തിലോട്ട് പായസം പൊതിഞ്ഞുകൊണ്ട് പോയതാ ജസ്ന സലീം, അതവൻ എഴുതി വെച്ചിട്ടുണ്ട്. താഴെ എഴുതിയിരിക്കുന്നത് ഭക്തജനങ്ങൾ അടിച്ച് ആശുപത്രിയിലാക്കി. ഒരു എക്സ്ക്ലമേറ്ററി മാർക്കും അവൻ ഇട്ടിട്ടുണ്ട്. സത്യം പറയട്ടെ, അടിച്ച് ആശുപത്രിയിലാക്കേണ്ടതായിരുന്നു, അത് ചെയ്തില്ല ഭക്തജനങ്ങൾ. എനിക്ക് അതിലേ ഉള്ളൂ സങ്കടം. ഓക്കെ, പിന്നെ അവൻ നിന്റെ തന്തയ്ക്കൊന്നും വിളിച്ചില്ലല്ലോ. നീ എൻ്റെ കണ്ടോ? നിന്റെ തന്തയ്ക്കും വിളിച്ചാൽ ഞാൻ എഴുതി വെച്ചേക്കുന്നത് തംബ്നെയിൽ. നീ അതിന് റിപ്ലൈ ആയിട്ട് ഇറങ്ങുക, അപ്പം ഞാൻ നിനക്ക് അടുത്ത സാധനം തരാം. ഏത്? ദാ മൂഡ്. പിന്നെ അവൻ എഴുതി വെച്ചതിനകത്ത് എനിക്ക് പിന്നെ മിസ്ലീഡിങ് തംബ്നെയിൽ, ഓക്കെ, സമ്മതിക്കുന്നു എന്ന് വെച്ചിട്ട് അവൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതിനകത്തൊന്നും ഒരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ചും കൂടെ പറയണമായിരുന്നു എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അത് നീ മേടിച്ചല്ലോ, പോയി ചൊറിഞ്ഞ് മേടിച്ചില്ലേ?
വിളി കിട്ടിയില്ലേ? നല്ല ഉള്ളത് എന്തൊക്കെ വിളി കിട്ടിയില്ലേ? ഓ, അമ്മ ആരാന്ന് വെച്ചിട്ട് പറയാ എന്ന് കരുതിയിട്ടായിരിക്കും നിന്നോട് പറയാതിരുന്നത്. വീട്ടിൽ പോയി അന്വേഷിച്ചു നോക്ക്. അടിച്ച് ഹോസ്പിറ്റലിലാക്കിയത് ഇതിന്റെ അച്ഛനെയാ. വീട്ടിൽ പോയി അവൻ ചോദിക്കാൻ നിന്നില്ല. അവൻ ഇങ്ങനെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് നിനക്ക് എന്താണോ തരേണ്ടത് വ്യക്തമായിട്ട് അവൻ തന്നിട്ടുണ്ട്. തന്നില്ലേ? അവൻ്റെ അമ്മയോട് ചോദിക്കാൻ അച്ഛൻ ആരാണെന്നല്ലേ? അല്ല, അത് പോട്ടെ, അതിനുള്ള അവൻ തന്നു. വേറൊരു കാര്യം അത് എനിക്ക് പറയണം. സൗണ്ട് തോമ അല്ലേ, അത് നീ പറഞ്ഞത് പോട്ടെ എന്ന് ഞാൻ വെക്കും. കാരണം വിവരവും ഇല്ല, യാതൊരു ബോധവും ഇല്ലാത്തൊരു പാഴ് ജന്മമാണ് നീ. ഇച്ചിരിയെങ്കിലും വിവരമുള്ള ഒരാള് ഗുരുവായൂർ അമ്പലത്തിലോട്ട് പായസം താങ്ങിക്കൊണ്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതില്ല നിനക്ക്. അത് നിന്റെ കുറ്റം അല്ല മോളെ, പോട്ടെ, വിട്ടുകളയുന്നു. പക്ഷെ സൗണ്ട് തോമ എന്ന് നീ പറഞ്ഞപ്പോ അതിൻ്റെ അടിയിൽ ഒരു സുന്ദരി കുട്ടി വന്നൊരു കമന്റ് ഇട്ടു. നാദിറ മെഹറിൻ ഒഫീഷ്യൽ. അറിയായിരിക്കുമല്ലോ അല്ലേ നിങ്ങൾക്ക്? നാദിറ ന്യൂസ് റിപ്പോർട്ടറൊക്കെയാണെന്ന് തോന്നിപ്പോ, മറ്റേ ഏതാണ് ന്യൂസ് 18 എവിടെയോ വന്നിട്ട് സൗണ്ട് തോമ എന്ന് എഴുതിയിട്ടിട്ട് ചിരിക്കുന്നു ചേച്ചി. അയ്യോ, ചേച്ചി എന്നൊന്നും വിളിക്കാൻ പാടില്ലല്ലോ അല്ലേ? ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്താണെങ്കിലും നാദിറ കുട്ടൻ കുട്ടി വാട്ടവർ, നാദിറ നിങ്ങൾക്കും സൗണ്ട് തോമയെ പോലെ തോന്നിയല്ലേ അവനെ കണ്ടപ്പോ? എനിക്ക് നാദിറിനെ കണ്ടപ്പോ എന്താ തോന്നുന്നതെന്ന് അറിയാമോ? പണ്ട് നമ്മുടെ സുന്ദര പുരുഷനാണോ, സുന്ദര പുരുഷനല്ല, ദിലീപേട്ടൻ്റെ ഒരു പടമുണ്ട് നമ്മുടെ, അയ്യോ ആരായിരുന്നു, നമ്മുടെ സലീം കുമാറേട്ടനൊക്കെ ഉള്ള ഒരു പടം. സലീം കുമാറേട്ടൻ വേറൊരു ക്യാരക്ടർ മറ്റേ സാരിയൊക്കെ എടുത്ത് തെയ്യത്താരോ 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 എന്നൊരു പറയുന്ന ഒരു പടം ഇല്ലേ, കുറച്ച് പഴയതാ. എനിക്ക് അതിലെ സലീം കുമാറേട്ടൻ്റെ ക്യാരക്ടറാണ് നാദിറ നിന്നെ കാണുമ്പോൾ തോന്നാറുള്ളത്. തെറ്റുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ പറഞ്ഞേല്? അല്ല, നിനക്ക് അവനെ കാണുമ്പോൾ സൗണ്ട് തോമയായിട്ട് തോന്നുന്നില്ലേ? ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അതുലിനെ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അവനൊരു കുഴപ്പമുള്ളതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. സൗണ്ട് തോമയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ലേ? മതിയല്ലോ, കൂടുതൽ ഞാനൊന്നും പറയണ്ടല്ലോ. കൂടുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് അങ്ങ് പോകും. അതുകൊണ്ടാണ് ഞാൻ അത് വെച്ച് കൂടുതൽ സംസാരിക്കാൻ നിൽക്കുന്നില്ല. നാദിറ മെഹറിൻ പോട്ടെ, മറ്റവളെ നമ്മൾ വിടുന്നു. അവളെ ഈ കേസിലൊന്നും നമ്മൾ കൂട്ടുന്നേ ഇല്ല. കാരണം അവർക്ക് യാതൊരു ബോധവും വിവരവും ഇല്ല. പിന്നെ അവളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നതിന് മുമ്പ് നാദിറക്കുട്ടി ഒരു കാര്യം മനസ്സിലാക്കുക, എന്തൊക്കെ തന്തയില്ലാഴികയാണ് അവൾ കാണിച്ചു വെക്കുന്നത്. സോറി, തെറി പറയരുതെന്ന് വിചാരിച്ച, പക്ഷെ അറിയാതെ വീണുപോയി, ക്ഷമിക്കുക. എന്തൊക്കെയാണ് അവൾ കാണിച്ചു കൂട്ടുന്നതെന്ന് ഒന്ന് അറിഞ്ഞിട്ട് അവളുടെ കയ്യിൽ പോയി അവളെ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ അവളെ എതിർത്തുകൊണ്ട് അവളെ വിമർശിച്ചുകൊണ്ട് ഒരാൾ സംസാരിക്കുമ്പോൾ അയാളെ അവൾ കളിയാക്കുമ്പോൾ അതിനകത്ത് പോയി ആ കൈകൊട്ടിക്കളി ഉണ്ടല്ലോ, അത് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക അവൾ എന്താണ്, അവളുടെ പ്രവൃത്തി എന്താണെന്നുള്ളത്. മനസ്സിലായോ? നീ നാദിറയ്ക്കോ അത് അറിയത്തില്ലേ? എന്തിനാ അവളെ എല്ലാവരും കൂടെ എടുത്ത് വിമർശിക്കുന്നതെന്ന്? ഇപ്പോൾ കാണിക്കുന്ന പരിപാടിക്കാണ് അവളെ വിമർശിക്കുന്നത്, എഴുതി വെക്കുന്നത്, അല്ലാതെ ചുമ്മാ ഇരിക്കുന്നതുകൊണ്ടല്ല. ഓക്കെ, നാദിറ പോകുന്ന പള്ളിയിൽ ഇവൾ ഇതുപോലെ ഓരോ പരിപാടിയും കൊണ്ട് കാണിച്ച് നടന്നാൽ പള്ളിയുടെ അകത്ത് കയറിയിരുന്ന് ബിരിയാണിയൊക്കെ തിന്നു കഴിഞ്ഞാൽ വെറുതെ വിടുവോ ഇവളെ? ബിരിയാണി തിന്നാൻ എനിക്കറിയത്തില്ല. ഇവർ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല. വോട്ടവർ എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്ത ഇതുപോലുള്ള പരിപാടികളോട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെറുതെ വിടുവോ? പിടിച്ച് ഉമ്മം വെക്കുവോ? അവിടെ ചെന്നിട്ട് പറയുവോ? കൈകൊട്ടി കളിക്കുവോ അവിടെ ചെന്ന് നിന്ന്? ഇല്ലല്ലോ. അതൊന്ന് ഓർത്താ കൊള്ളാം. എന്താണെങ്കിലും ഈ തുന്തരിക്കോതയുടെ ഈ ഒരു ഡയലോഗിന് അതുലിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു മറുപടി പോയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കാണാൻ. എടാ അതുലേ, അതുലല്ല. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു ജസ്ന സലീം എന്ന് പറയുന്ന ഒരു ബഹുമാനത്തിന്റെ വീഡിയോ. അപ്പൊ ഈ കടയാടി മോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലം നടയിൽ പോയിട്ട് കണ്ണന്റെ പേരും പറഞ്ഞു അവിടെ വർഗീയത തുപ്പി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അജണ്ടയും എടുത്തുകൊണ്ട് വരുന്ന ഒരു കടയാടി മോളാണ് ഇവള്. സത്യം പറഞ്ഞാൽ പക്ക തീവ്രവാദിയാണ് ഇവള്. ഓക്കെ, അതിനപ്പുറം ഇവളെ വേറൊന്നും പറയാനില്ല. കാരണം മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുക എന്നൊരു അജണ്ടയാണ് ഇവളുടെ ഉള്ളിലുള്ളത്.
ഈ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കുക. ഇങ്ങനെ മതങ്ങളെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് ഇവളൊക്കെ എന്ത് നേടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ അങ്ങനെ റീസെന്റ് ഇവളെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഗുരുവായൂർ അമ്പലനടയിൽ ഇവള് പായസം ഉണ്ടാക്കിക്കൊണ്ട് കണ്ണാ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കെട്ടി എഴുന്നള്ളി പോയി. എല്ലാവരും ഗുരുവായൂരിന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിത് ഗുരുവായൂരപ്പൻ അങ്ങോട്ട് പായസം കൊണ്ട് കൊടുക്കാട്ടോ. അപ്പൊ ഗുരുവായൂർ അമ്പലനടയിൽ അങ്ങനെ ഇവിടെ നിന്ന് ആരും പായസം കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ വാങ്ങത്തില്ല, അങ്ങനെ കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇവള് പ്രകസനത്തിന് വേണ്ടിയിട്ടും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച ഒരു കടയാടി പരിപാടി ഞാൻ എന്ത് ചെയ്ത് വലിച്ച് പൊളന്ന് കീറി വെച്ചിട്ടുണ്ടായിരുന്നു. എന്റേതായ രീതിയിൽ ഞാൻ യൂട്യൂബിൽ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണുക, അതുപോലെ എന്നെ ഫോളോയും ചെയ്യുക. ഓക്കെ, അപ്പൊ റീസെന്റ് അവൾ അതിനുശേഷം എനിക്കൊരു റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പൊ തന്തയില്ലാത്ത ജസ്ന സലീം, അതായത് 13-14 തന്തമാര് വന്ന് കയറി ഇറങ്ങി പോയെന്നാണ് ഇവളുടെ അമ്മ പറയുന്നത്. ഇവളുടെ അമ്മ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഇനിയിപ്പോ അതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. അവൾ അമ്മ പറഞ്ഞ സ്ഥിതി നമ്മൾ കൂടുതൽ അവളെ വലിച്ചു കയറുന്നത് ശരിയല്ല. ഓക്കെ, 13 സലീമോ 14 സലീമോ എന്തോ അന്നുണ്ടായിരുന്നു ആ രാത്രിയിൽ. അത് ഏതിന്റേതാണ് കയറിയതെന്ന് ഓർമ്മയില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ആ സ്ഥിതിക്ക് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ജസ്ന സലീമിനെതിരെ ഞാനൊരു വീഡിയോ ഇട്ടതിന് ശേഷം ജസ്ന കൊച്ച് എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ട് കാണാം. എടാ അതുലല്ല സോറി സൗണ്ട് തോമേ. ഓ എന്തോ നമ്മൾ സൗണ്ട് തോമയൊക്കെ തന്നെയാണ്. പിന്നെ വേറൊരു കേസ്, സൗണ്ട് തോമ എന്ന് വിളിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു അംഗീകാരമായിട്ടാണ് തോന്നിയത്. ജനപ്രിയ നായകൻ ദിലീപിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ അഭിനയിച്ച ഒരു പടമാണ് ഈ സൗണ്ട് തോമ. അതിൽ ആ ക്യാരക്ടറുമായിട്ട് കമ്പയർ ചെയ്ത് തന്നെ പറയുമ്പോൾ സത്യം പറഞ്ഞ് ഞാൻ അഭിമാനിക്കുകയാണ്. വാ, താങ്ക് യു. അടുത്ത് നീ പറ, അടുത്താണ് നിനക്കുള്ള മറുപടി എനിക്ക് തരാനുള്ളത്. തന്തയില്ലാത്തവളെ, നിന്റെ അച്ഛനെയാണ് അടിച്ച് ആശുപത്രിയിലാക്കിയത്. എനിക്ക് പറയാൻ ഒരു തന്തയുണ്ട്, ഒരു തള്ളയുണ്ട്. നിനക്ക് അതുപോലും ഇല്ല. നിന്റെ അമ്മയുടെ ചോദിച്ചപ്പോ നിന്റെ തന്ത ആരെന്ന് അറിയത്തില്ല. 13 പേരുണ്ടായിരുന്നു. ഇതിൽ ഏതിന്റെതാണ്? പൊന്നു മോളെ ജസ്ന സലീമെ, കേൾക്കാനുള്ളതെല്ലാം കേട്ടില്ലേ? പണ്ട് അവൻ തന്നെ അവന്റെ ചാനലിൽ ഇത് പണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അവന് പണ്ടൊരു ആക്സിഡന്റ് പറ്റി. അവൻ അതിനകത്തുനിന്ന് രക്ഷപ്പെട്ടു. ഓക്കെ, പക്ഷെ ഒരു ചെറിയ ഇവിടെ ഒരു ചെറിയ പൊട്ടലോ സംതിങ് അവനുണ്ട്. അത്ര ഉള്ളൂ അവന്. വേറെ ഒരു കുഴപ്പവും അവനില്ല. മനസ്സിലായോ? ഒരു കുഴപ്പവും അവനില്ല. അവന് ചെറിയ എന്തോ ഒരു സ്ക്രാച്ച് സംതിങ് ഇവിടെ ഉള്ളതിൻ്റെ അതിൻ്റെ പേരിൽ അവനെ കളിയാക്കാൻ ഇറങ്ങിയ നീ ഉണ്ടല്ലോ ജസ്ന സലീമെ. ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി, എന്തെങ്കിലും ഒരു ചെറിയ ഒരു മുറിവായിക്കോട്ടെ അതുണ്ടെങ്കിൽ അതും പറഞ്ഞ അയാളെ കുത്തുന്നത് ഡാഡി ഇല്ലാത്ത പരിപാടിയാണ്. ഡാഡി ഇല്ലാത്തവർക്ക് അത് പറ്റത്തുള്ളൂ. നീ അത് ചെയ്യുകയും ചെയ്യും, കാരണം നിനക്കില്ലല്ലോ. ഏത് അവൻ പറയുന്ന കണക്ക് 13 എണ്ണോ അതിനകത്ത് ആരാന്ന് അറിയത്തില്ല. 13 പേരൊക്കെ എന്താണെങ്കിലും കേട്ടാ, അവനല്ലാതെ ഒരു പ്രശ്നവും ഇല്ല എൻ്റെ അറിവിൽ. പിന്നെ അവന് നീ ആ പറഞ്ഞത് അവന്റെ രോമത്തെ പോലും കൊണ്ടിട്ടും ഇല്ലാതെ അവന്റെ വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ബാക്കി കേൾക്കാം. കയറിയത് എല്ലാം കയറി ഇറങ്ങിപ്പോയി. അതിൽ ഏതിന്റെതാണ് അകത്തോട്ട് കയറിയതെന്ന് അറിയാൻ പാടില്ലെന്നാണ് നിന്റെ തള്ള പറഞ്ഞു. ആ സ്ഥിതിക്ക് ഞാൻ എന്ത് പറയാനാ മോളെ? നീ പറ മോളെ. അമ്മ പറഞ്ഞില്ല ആടി, നിന്റെ അമ്മ പറഞ്ഞു. നിന്റെ അമ്മ അതിനെ പറഞ്ഞു 13 പേര് കയറി ഇറങ്ങിപ്പോയി. അതിൽ ഏതിന്റെതാണ് അകത്ത് പോയതെന്ന് ഓർമ്മയില്ല എന്നാണ് നിന്റെ തള്ള പറഞ്ഞത്. പിന്നെ ഞാനിനി എന്ത് പറയാനാണ്? നിന്റെ തള്ള ആ കാര്യം പറഞ്ഞത് ഞാനിനി എന്ത് പറയാനാ? നിങ്ങളുടെ കുടുംബക്കാര്യം. എനിക്ക് അതൊന്നും പബ്ലിക്കിൽ കൊണ്ടിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല ജസ്ന കൊച്ച്. നീ പറ, അമ്മ ആരാന്ന് വെച്ചിട്ട് പറയാ എന്ന്. നിന്റെ അമ്മ ആരാണെന്ന് നിനക്കറിഞ്ഞൂടെ? ഇനി അതും ഇല്ലേ നിനക്ക്? ഈ പല തന്തയ്ക്ക് പറഞ്ഞതാണെന്ന് അറിയാം, നീ പല തള്ളയ്ക്കും പറഞ്ഞു. അതെങ്ങനെയാണ് ഇതെല്ലാം കൂടി? എന്ത് ഇത്? യാത് യൂണിവേഴ്സിലെ കൊച്ചു കള്ളി പല തന്തയ്ക്ക് പറഞ്ഞതാ നീ കാണിക്കുന്നുണ്ടോ? എനിക്കറിയാം. കരുതിയിട്ടായിരിക്കും എന്നോട് പറയാതിരുന്നത്. നിന്റെ തള്ള എന്റെ അടുത്ത് എല്ലാ കഥയൊന്നും പറഞ്ഞില്ലടി. നീ പല തന്തയ്ക്ക് പറഞ്ഞതെന്ന് മാത്രമേ പറഞ്ഞോളൂ, ബാക്കി അവർ പറയുന്നില്ല. 13 സലീം അല്ലാണ്ട് വേറെ ഏതെങ്കിലും മുസ്തഫയാ ഔറാഫച്ചനൊക്കെ തോമസ് ഊട്ടിയൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തോ നിന്റെ തള്ള എന്തോ ഓടി കിടന്ന് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിച്ചത്. വീട്ടിൽ പോയി അന്വേഷിച്ചു. ഓ, നിന്റെ വീട്ടിൽ ഞാൻ ഇനി വന്നിട്ട് വേണം അടുത്ത് നിന്റെ വീട്ടിലുള്ളവർ പറയും ഞാൻ നിന്റെ തന്തയെന്ന്. എനിക്ക് ഇതുപോലത്തെ ഒരു വൃത്തിയുടെ സാധനത്തിന് മോളായിട്ട് എനിക്ക് വേണ്ട. ഇതുപോലത്തെ അയ്യേ ഞാൻ ഇത്രക്കാരൻ അയ്യേ നിന്റെ തള്ളയും തന്തയും പോലെ ഞാൻ കഴിപ്പിക്കേണ്ട സാധനമൊന്നുമില്ല. അടിച്ച് ഹോസ്പിറ്റലിലാക്കിയത് നിന്റെ അച്ഛനെയാ. നിന്റെ അച്ഛനെപ്പോഴും അടിച്ച് ഹോസ്പിറ്റലാക്കി. എടി തന്തയില്ലാത്ത നിന്റെ 13 തന്തമാരെ അടിച്ച് ഹോസ്പിറ്റലാക്കി. അടി ഇങ്ങനെ ഒരു സാധനം. എന്തായാലും തന്തയ്ക്ക് പറക്കത്ത ജസ്ന കൊച്ചെ, എനിക്ക് നിന്നോട് ഒരു കാര്യമേ പറയാനുള്ളൂ. ആദ്യം പോയി നിന്റെ തന്തയെ കണ്ടുപിടി, അല്ലാണ്ട് ചുമ്മാ കിടന്ന് കാണാക്കൊണ്ടാണ്. ഇനി ഇതിന്റെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഒരു ഹൈലൈറ്റ് കമന്റ് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. സൗണ്ട് തോമ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നജീബ് അളി, അതായത് ലീഗൽ നെയിം നജീബും മറ്റേ അൺഒഫീഷ്യൽ നെയിം ആയിട്ട് ഒരു സാധനം ഉണ്ടല്ലോ നാസുറ മെഹറിൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. നജീബ് അളിയാ, നീ പോയി വല്ല മണി അടിച്ചോണ്ടിരി കേട്ടാ. കുയിലിന്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിരയുടെ കുളമ്പടി കേട്ടു, അങ്ങനെ മണി വല്ല അടിച്ചോണ്ടിരി. നിനക്ക് അതാണ് പറ്റിയ പരിപാടി. അയ്യോ, ആദ്യം സ്വന്തം ഐഡന്റിറ്റിയിൽ നടടാ. ആണായിട്ട് ജനിച്ച ആണായിട്ട് നട, പെണ്ണായിട്ട് ജനിച്ച പെണ്ണായിട്ടാണ്. ഇതൊരു മാതിരി കുയിലിന്റെ. ഇനി ജസ്ന കൊച്ചിന് ഒരു കമന്റ് റിപ്ലൈ വന്നിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. നിനക്ക് എത്ര തന്ത ഉണ്ട് അത് ഫസ്റ്റ് നിന്റെ അമ്മയോട് ചോദിക്കും. എന്തുവാ ജസ്നെ നീ ഇതൊക്കെ വാങ്ങി കൂട്ടുന്നത്? അവന് പറയാൻ അച്ഛനെങ്കിലും ഉണ്ട്, നിനക്ക് ആരാ ഉണ്ട് എന്ന് എന്നെ നാട്ടുകാർ ചോദിക്കുന്നു. അപ്പൊ തന്തയില്ലാത്ത ജസ്നെ കൊച്ചെ, എനിക്ക് നിന്നോട് കൂടുതലൊന്നും പറയല്ല. പോയി ഇരുന്ന് കമന്നിരുന്നേ. ആദ്യം നിന്റെ തന്തയെ കണ്ടുപിടി കേട്ടാ. തന്തയില്ലാത്ത ആളെ 13-14 തന്തയ്ക്കുണ്ടായിട്ട് അവൾ വന്ന് കൊണവണം. ജസ്ന സലീമെ, അവൻ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം അതിന് നിനക്ക് തിരിച്ച് റിപ്ലൈ ഒന്നുമില്ല. നീ കാണിച്ച തെമ്മാടിത്തരം ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ കാണിച്ച തെമ്മാടിത്തരത്തിന് ഒരു ക്ഷമയോ ഒന്നും നിനക്ക് പറയാനില്ല അല്ലേ? അതിനെപ്പറ്റി ഒരു അക്ഷരം നീ മിണ്ടിയില്ലല്ലോ. ഇപ്പോഴും നീ മിണ്ടുന്നില്ലല്ലോ. കാണിച്ചത് ഡാഡി ഇല്ലാത്ത പരിപാടിയാന്ന് നിനക്കറിയാം. അതോ ഇനിയും നാളെ വന്നിട്ട് പറയുമായിരിക്കും, അയ്യോ എനിക്ക് അറിയത്തില്ലായിരുന്നേ, എനിക്ക് കണ്ണനെ വരയ്ക്കാനും അവിടെ ചെന്ന് ഷോ കാണിക്കാനും വീഡിയോ എടുക്കാനും അറിയത്തുള്ളേ. നാണമുണ്ടോ എന്ന് ആ സമയത്ത് നമ്മൾ നിന്നോട് ചോദിക്കും.
കാരണം ഒരു അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് അവിടെ എന്തൊക്കെ കാണിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചിട്ട് വേണം നിന്നെ പോലെ ഒരുത്തി അങ്ങോട്ട് കയറി ചെല്ലാൻ. ഓക്കെ, ഇതിപ്പോൾ അതില് അവനെ നീ സൗണ്ട് തോമാന്ന് വിളിച്ചതിനോ ഒന്നും അല്ല അവൻ ഇത്രയും നിനക്ക് തന്നത്. ഒരു കാര്യമില്ലാതെ അവൻ്റെ തന്തയ്ക്ക് വിളിച്ചു. അപ്പൊ പിന്നെ അവൻ വെച്ചോണ്ടിരിക്കുവോ? നല്ല തരത്തില്ലേ തന്നു. ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാ തോന്നാത്തത്? കാരണം നിന്റെ കയ്യിരിപ്പ്, നീ വിളിച്ചു കൂവുന്ന കാര്യങ്ങൾ, നീ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, ഇതിനോടൊന്നും യോജിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ അങ്ങോട്ട് പറയുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർ.